ത്രിയേക ദൈവത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. വീണ്ടും പ്രഭാതത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ശമൂവേൽ പ്രവാചകന്റെ 2-ാം പുസ്തകം 6-ാം അധ്യായം അതിൻ്റെ 11-ാം വാക്യം. യഹോവയുടെ പെട്ടകം ഗിത്യനായ ഓബേദ് ഏദോമിൻ്റെ വീട്ടിൽ 3 മാസം ഇരുന്നു. യഹോവ ഓബേദ് ഏദോമിനെയും അവൻ്റെ കുടുംബത്തെയൊക്കെയും അനുഗ്രഹിച്ചു. വാഗ്ദാന പേടകം ഇരുന്ന ഒരു കുടുംബം അനുഗ്രഹിക്കപ്പെടുകയാണ്. അത് യഹൂദനല്ല, ഇസ്രായേലിയനല്ല, ഒരു വിജാതീയനായ ഗിത്യനായ ഓബേദ് ഏദോമിൻ്റെ ഭവനത്തിൽ ഇതാ യാദൃച്ഛികമായിട്ട് ആ നിയമപ്പെട്ടകം, ആ വാഗ്ദാന പേടകം ഇവിടെ ഈ ഓബേദ് ഏദോമിൻ്റെ ഭവനത്തിൽ വന്നപ്പോൾ അവൻ്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടുകയാണ്. നമുക്കറിയാം, വാഗ്ദാന പേടകത്തിൽ 3 കാര്യങ്ങളാണ് ഉള്ളത്. ഒന്ന് അഹരോൻ്റെ തളിർത്ത വടി, 2ാമത് മന്ന, 3ാമത് നിയമ കൽപ്പലക. ഇത് 3ഉം കൂടെ ഉൾക്കൊള്ളുന്നതാണ് നിയമപ്പെട്ടകം അല്ലെ വാഗ്ദാന പേടകം എന്ന് പറയുന്നത്. ഈ വാഗ്ദാന പേടകം ഇതാ ഗിത്യനായ ഓബേദ് ഏദോമിൻ്റെ ഭവനത്തിൽ വന്നപ്പോൾ ആ കുടുംബം അനുഗ്രഹിക്കപ്പെട്ടു. കാരണം ഈ വാഗ്ദാന പേടകമാണ് ഈ മരുഭൂപ്രയാണത്തിൽ ഇസ്രായേൽ മക്കളെ നയിച്ചത്. സകല സംരക്ഷണയും കൊടുത്ത് അവരെ ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചത്. ആ ശത്രുക്കളിൽ നിന്നും പ്രതികൂല സാഹചര്യത്തിൽ നിന്നും ഒക്കെ അവരെ സംരക്ഷിച്ച് അവരെ ലക്ഷ്യസ്ഥാനത്ത് സ്വർഗീയ കനാനിലേക്ക്, ആ പാലും തേനും ഒഴുകുന്ന കനാൻ ദേശത്തേക്ക് എത്തിക്കുന്നത് ഇത് വഴികാട്ടിയായി മുന്നിൽ നടന്നുകൊണ്ടാണ്. സമാഗമന കൂടാരം, ഈ വാഗ്ദാന പേടകം മുന്നിൽ നടന്നുകൊണ്ടാണ്. സ്വർഗത്തിൽ നിന്ന് ദൈവം അവരോട് സംസാരിക്കുമ്പോൾ തന്നെ ഈ നിയമപേടകം, ഈ വാഗ്ദാന പേടകവും അവരോട് മൗനമായി സംസാരിച്ചുകൊണ്ടിരുന്നു. അതിൻ്റെ ഗതി അനുസരിച്ചാണ്, അത് പറയുന്നതനുസരിച്ചാണ് ഈ ഇസ്രായേൽ ജനം ആ മരുഭൂമിയിലൂടെ പ്രയാണം നടത്തിയത്. പ്രിയമുള്ളവരെ, ആ വാഗ്ദാന പേടകം ഇതാ ഗിത്യനായ ഓബേദ് ഏദോമിൻ്റെ ഭവനത്തിൽ വന്നപ്പോൾ ആ കുടുംബവും രക്ഷപ്പെടുകയാണ്. ആ വാഗ്ദാന പേടകം കാരണം ആ കുടുംബം സംരക്ഷിക്കപ്പെടുകയാണ്. നമുക്കറിയാം, വാഗ്ദാന പേടകത്തിൽ ഇതാ 3 കാര്യങ്ങളാണുള്ളത്. ഒന്ന് അഹരോൻ്റെ തളിർത്ത വടിയാണ്. അഹരോൻ്റെ തളിർത്ത വടി എന്ന് പറയുന്നത് ഇതാ പൗരോഹിത്യത്തിൻ്റെ അടയാളം, യഥാർത്ഥ പൗരോഹിത്യത്തിൻ്റെ അടയാളമാണ്, ആ പ്രതീകമാണ്. കാരണം നമുക്കറിയാം, ആ അഹരോൻ്റെ തളിർത്ത വടി മത്സരികൾക്ക് അടയാളമായി അഹരോൻ്റെ തളിർത്ത വടി എന്ന് പറയുന്നത് അഹരോനെ പുരോഹിതനായി അവരോധിക്കുകയാണ്. അവിടെ ഇതാ ആ അഹരോനെ പോലെ ദൈവം വിളിച്ചവരല്ലാതെ ആരും സ്വയമേ ഈ സ്ഥാനം ഏറ്റെടുക്കുന്നില്ല എന്ന് പറയുന്നത് പോലെ ഇതാ ദൈവം വിളിച്ചു വേർതിരിക്കാതെ ആർക്കും ഒരു പുരോഹിതനാകുവാൻ പറ്റുകയില്ല. ആ പുരോഹിതൻ്റെ യഥാർത്ഥ ആ പ്രതീകമായിട്ടാണ് ഈ അഹരോൻ്റെ തളിർത്ത വടി ഇവിടെ ഈ വാഗ്ദാന പേടകത്തിൽ വരുന്നത്. 2ാമത് അവിടെ മന്നയാണ്. സ്വർഗീയർ ഭക്ഷിച്ച ആ മന്ന ഇതാ മരുഭൂപ്രയാണത്തിൽ ദൈവം അവർക്ക് കൊടുക്കുകയാണ്. ആ മൺമേരായ ബലഹീനരായ മനുഷ്യർ ആ സ്വർഗീയ മന്ന ഭക്ഷിച്ചു. ആ മന്ന ഈ വാഗ്ദാന പേടകത്തിലുണ്ട്. 3ാമത് സിനായി മലയിൽ വെച്ച് ഈ യഹോവയായ ദൈവം ആ മോശയ്ക്ക് പറഞ്ഞു കൊടുത്ത ആ വചനങ്ങൾ, നിയമങ്ങൾ, അതെഴുതിയ കൽപ്പലക, അതും ഈ വാഗ്ദാന പേടകത്തിലുണ്ട്. ഈ വാഗ്ദാന പേടകം ഈ 3 കാര്യം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഈ ഓബേദ് ഏദോമിൻ്റെ ഭവനത്തിൽ ഇരിക്കുന്നത്. ആ കുടുംബം അനുഗ്രഹിക്കപ്പെടുകയാണ്, ആ ഭവനം അനുഗ്രഹിക്കപ്പെടുകയാണ്. പ്രിയമുള്ളവരെ, ഇത് 3ഉം അഹരോൻ്റെ തളിർത്ത വടി, മന്ന, അതുപോലെ തന്നെ ഈ കൽപ്പലക, ഇത് 3ഉം യേശുമ്പുരാനെ സൂചിപ്പിക്കുന്നതാണ്. നമുക്കറിയാം, അഹരോൻ്റെ തളിർത്ത വടി മൽക്കീസേദെക്കിൻ്റെ ക്രമപ്രകാരം എന്നേക്കും ഒരു നിത്യപുരോഹിതനാണ് യേശുമ്പുരാൻ. അതുപോലെ തന്നെ യേശുമ്പുരാൻ തന്നെ പറയുന്നുണ്ട്, ഞാൻ ജീവൻ്റെ അപ്പമാവുന്നു, സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവൻ്റെ അപ്പം. അതാ മന്ന, ആ മന്നയാണ് ആ വാഗ്ദാന പേടകത്തിലുള്ളത്. 3ാമത് പറയുകയാണ് നിയമ കൽപ്പലക എന്ന് പറയുന്നത് ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോട് ഇരുന്നു, ആ വചനം ജഡമായി തീർന്നു. ഇത് 3ഉം കൂടെ സമ്മേളിക്കുന്ന ആ കൽപ്പലക, ആ അഹരോൻ്റെ തളിർത്ത വടി, ആ മന്ന, ഇതോടെ 3ഉം കൂടെ ചേർന്നുള്ളതാണ് ആ നിയമപ്പെട്ടവും വാഗ്ദാന പേടകം എന്ന് പറയുന്നത്. ആ വാഗ്ദാന പേടകം ഇതാ ഗിത്യനായ ഓബേദ് ഏദോമിൻ്റെ ഭവനത്തിൽ വന്നപ്പോൾ ഇതാ അവൻ്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടുകയാണ്. പ്രിയമുള്ളവരെ, പൗരസ്ത്യ പിതാക്കന്മാർ ഈ വാഗ്ദാന പേടകത്തെ മാതാവുമായിട്ടാണ്, പരിശുദ്ധ കന്യകമറിയാമിനോടാണ് സാദൃശ്യപ്പെടുത്തിയിട്ടുള്ളത്. കാരണം ഈ 3ഉം, അതായത് യേശുമ്പുരാനാകുന്ന അഹരോൻ്റെ തളിർത്ത വടിയും ഇതാ മന്നയും അല്ലെങ്കിൽ ആ കൽപ്പലകയും, ഇത് 3ഉം കൂടെ ചേരുന്ന യേശുമ്പുരാൻ, ആ യേശുമ്പുരാനെ വഹിച്ച ഉദരമാണ് നമ്മുടെ പരിശുദ്ധ കന്യക മാതാവ് എന്ന് പറയുന്നത്, കന്യകമറിയം എന്ന് പറയുന്നത്. ആ മാതാവ്
ആ ഒരു വാഗ്ദാന പേടകമാണ്. കാരണം അഹരോന്റെ തള്ളത്തുവടിയാകുന്ന യേശു തമ്പുരാൻ, അല്ലെങ്കിൽ ആ വചനമാകുന്ന യേശു തമ്പുരാൻ, സ്വർഗീയത്തിൽ നിന്നിറങ്ങുന്ന ജീവന്റെ അപ്പമായ മന്ന, ഇത് മൂന്നും ഒന്നിക്കുന്ന യേശു തമ്പുരാനെ വഹിച്ച ഉദരമാണ് പരിശുദ്ധ കന്യകമാതാവ്. ആ കന്യകമാതാവ് ഇതാ, ആ കന്യകമാകുന്ന വാഗ്ദാന പേടകം ഇതാ ആ ഗിത്യനായ ഓബേദെദോമിന്റെ ആ കൂടാരത്തിൽ വെച്ചപ്പോൾ അവന്റെ കുടുംബം അനുഗ്രഹിക്കപ്പെട്ടെങ്കിൽ, ഇതാ ആ വാഗ്ദാന പേടകം ആ പകൽ അഗ്നിസ്തംഭമായും രാത്രി അഗ്നിതൂണായും മരുഭൂമി യാത്രയിൽ ഇസ്രായേലിയരെ നയിച്ചെങ്കിൽ, പ്രിയമുള്ളവരെ, ഈ നിയമപ്പെട്ട ഈ വാഗ്ദാന പേടകം നമ്മുടെ മരുഭൂമി യാത്രയിൽ നമ്മളെയും വഴി നടത്തും. ആ പരിശുദ്ധ മാതാവിന്റെ മധ്യസ്ഥത ഇതാ, ആ നിയമപ്പെട്ടങ്ങൾ ഉൾപ്പെടുന്ന ആ യേശുമ്പുരാനെ വഹിച്ച അഹരോന്റെ തളത്തുവടി, ഇതാ ആ മന്ന, സ്വർഗീയ മന്ന, അതുപോലെ ആ നിയമകൽപ്പനയാകുന്ന യേശുമ്പുരാനെ, ഇത് മൂന്നും കൂടെ ഉൾക്കൊള്ളുന്ന സൂചിപ്പിക്കുന്ന യേശുമ്പുരാനെ വഹിച്ച ഉദരം, യേശുമ്പുരാനെ വഹിച്ച ആ ഉദരം, വഹിച്ച മാതാവ്, ആ മാതാവിനെ നമ്മുടെ ഉള്ളിലേക്ക് സ്വീകരിക്കുമ്പോൾ, നമ്മുടെ ആ മാതാവിൻ്റെ മധ്യസ്ഥത നമ്മുടെ ജീവിതത്തിലാകുമ്പോൾ, നമ്മളും നമ്മുടെ കുടുംബവും നമ്മൾ അനുഗ്രഹിക്കപ്പെടുകയാണ്. ഈ ഗിത്യനായ ഓബേദെദോമിന്റെ ഭവനം അനുഗ്രഹിക്കപ്പെട്ടതുപോലെ, നമ്മളെ എല്ലാ സംരക്ഷണയും നടന്ന, നമ്മുടെ ശത്രുക്കളിൽ നിന്നും, നമ്മുടെ ആ ജീവിതയാത്രയിൽ നമുക്കുണ്ടാകുന്ന എല്ലാ പ്രതികൂലങ്ങളിൽ നിന്നൊക്കെ ഈ മാതാവിൻ്റെ മധ്യസ്ഥത, ഈ വാഗ്ദാന പേടകത്തിൻ്റെ മധ്യസ്ഥത നമുക്ക് ഉണ്ടാകും. ഉയരങ്ങളിൽ നിന്ന് ദൈവം നമ്മളോട് സംസാരിക്കുമ്പോൾ തന്നെ നമ്മുടെ ജീവിതത്തിൽ ഇതാ നമുക്കുണ്ടാകുന്ന കുറവുകൾ, നമുക്കുണ്ടാകുന്ന പ്രയാസങ്ങളിലൊക്കെ ഈ വാഗ്ദാന പേടകം നമ്മളെ അതിൽ നിന്നൊക്കെയും സംരക്ഷണം നൽകി ഇതാ പാലും തേനും ഒഴുകുന്ന സ്വർഗദേശത്തേക്ക് എത്തിക്കുമെന്നുള്ള യാതൊരു സംശയമില്ല. ഈ മാതാവിനെ, ഈ നിയമപ്പെട്ടകത്തെ നമ്മൾ വഹിക്കുമ്പോൾ നമ്മൾ യേശുവിനെ വഹിക്കുകയാണ്. അതുകൊണ്ടാണ് പൗരസ്ത്യ പാരമ്പര്യത്തിൽ മാതാവിൻ്റെ ഒറ്റയ്ക്കുള്ള ചിത്രമില്ല, ഐക്കണുകളില്ല. എപ്പോഴും യേശുമ്പുരാനെ എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു ചിത്രമായിരിക്കും. കാരണം യേശുമ്പുരാനെ കൂടാതെ ഒരു മാതാവില്ല. അപ്പോൾ ആ മാതാവെന്ന് പറയുന്നത്, ആ മാതാവിനെ നമ്മൾ അംഗീകരിക്കുമ്പോൾ നമ്മൾ യേശുവിനെ അംഗീകരിക്കുകയാണ്. ആ മാതാവിൻ്റെ മധ്യസ്ഥ വരുമ്പോൾ യേശുമ്പുരാൻ നമ്മുടെ ജീവിതത്തിലേക്ക് വരിക. അതുകൊണ്ട് ആ ഓബേദ് ഏദോമിനെ പോലെ, ഗിത്യനായ ആ ഓബേദ് ഏദോമിനെ പോലെ നമ്മുടെ വീട്ടിലും നമ്മുടെ ഭവനത്തിലും നമ്മുടെ ഹൃദയത്തിലും ഈ മാതാവിൻ്റെ മധ്യസ്ഥത നമുക്കുണ്ടായിരിക്കട്ടെ. ആ മാതാവിൻ്റെ മധ്യസ്ഥത ഉണ്ടായിരിക്കുമ്പോൾ യേശുമ്പുരാൻ താനെ നമ്മുടെ ജീവിതത്തിൽ ഉദയം ചെയ്യുകയാണ്. നമ്മുടെ ജീവിതത്തിൽ വസിക്കും. നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ഹൃദയത്തിൽ ആ യേശുമ്പുരാൻ നമ്മുടെ ഉദരത്തിൽ ജീവിക്കും എന്നുള്ള യാതൊരു സംശയമില്ല. അങ്ങനെ നമ്മുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടുവാൻ, നമ്മുടെ കുടുംബം അനുഗ്രഹിക്കപ്പെടുവാൻ, നമ്മുടെ ദേശം അനുഗ്രഹിക്കപ്പെടുവാൻ മാതാവിൻ്റെ മധ്യസ്ഥത നമുക്ക് കോട്ടയായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധം സഹായിക്കട്ടെ. ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.